രാഹുലിനെ ഇടതുപക്ഷം തടയില്ല. അല്പസമയം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി ഒരു കാര്യം വ്യക്തമാക്കി. രാഹുലിനെ നാളെ പാലക്കാട് തടയില്ല. ഈ ഒരു പ്രസ്താവനയോടെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ കേക്കച്ചനാണ്. ഇടതുപക്ഷം നാളെ രാഹുലിനെ തടയും എന്ന് കരുതിയിരുന്ന കേക്കച്ചന്റെ നെഞ്ചിൽ വെള്ളടി വെട്ടിയിരിക്കുകയാണ്. 14-ാം തീയതി ഞായറാഴ്ച ITV ന്യൂസ് ഇതുപോലെ തന്നെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇടതുപക്ഷത്തോടും BJPയോടും ഒരു അഭ്യർത്ഥന നടത്തി. ഈ രാഹുൽ വിഷയത്തിൽ നിങ്ങൾ അമിതാവേശം കാണിക്കരുത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് കേക്കച്ചനാണ്. ഇപ്പോൾ കേക്കച്ചന്റെ മാത്രം ബാധ്യതയാണ് രാഹുലിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തു എന്ന് വ്യക്തമാക്കേണ്ടുന്നത്. ഇടതുപക്ഷം മിണ്ടാതായി. BJP ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. ഈ 24 ദിവസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് ഒരു പരാതിക്കാരോ FIR ഇല്ലാതെ, പരാതിക്കാരുടെ വിക്ടിംസിന്റെ പരാതിന്മേൽ ഇട്ട FIR ഇല്ലാതെ എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടിയെടുത്തു എന്ന് പറയേണ്ടുന്ന ബാധ്യത ഇപ്പോൾ വീണ്ടും കേക്കച്ചന്റെ കോട്ടിൽ വന്നു നിൽക്കുകയാണ്. അതുപോലെ പാലക്കാട് രാഹുൽ പ്രവേശിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ മുതിർന്ന നേതാക്കളും അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞപ്പോൾ ആ സമയത്തും കേക്കച്ചൻ മാത്രമാണ് ഉടക്കിട്ട് നിന്നത്. തൻ്റെ നിലപാടെന്നും തൻ്റെ ബോധ്യമെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം കടുംപിടുത്തം പിടിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും വകവെക്കാതെ 15-ാം തീയതി സഭയിലെത്തിയ അന്ന് തന്നെ രാഹുൽ വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച താൻ തൻ്റെ മണ്ഡലത്തിൽ പ്രവേശിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയി അദ്ദേഹം തൻ്റെ ഇഷ്ടദൈവമായ അയ്യപ്പനെ വണങ്ങി. അദ്ദേഹം ഊർജ്ജസ്വലനായി നാളെ പാലക്കാട് പ്രവേശിക്കാനിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ ഇടതുപക്ഷവും BJPയും അമിതാവേശം കാണിച്ചാൽ നിങ്ങൾക്ക് പൊള്ളും. കാരണം ജനങ്ങൾ വൈകാരികമായി എടുത്ത ഒരു വിഷയമാണിത്. രാഹുലിനെ വേട്ടയാടുന്ന ഒരു വേട്ടമൃഗത്തെ പോലെ ചേസ് ചെയ്ത് വേട്ടയാടുന്ന ആ കേക്കച്ചനെതിരെ ഒരു വലിയ ജനരോക്ഷമാളി കത്തുകയാണ്. ആ ജനരോക്ഷം നിങ്ങളായിട്ട് ഡയലൂട്ട് ചെയ്യരുത്, അതിൻ്റെ തീവ്രത കുറയ്ക്കരുത്. നിങ്ങളത് കാണിക്കുന്നത് പൊളിറ്റിക്കലി വലിയൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരിക്കും, സ്ട്രാറ്റജിക്കലി നിങ്ങൾ കാണിക്കുന്ന ഒരു അബദ്ധമായിരിക്കും അപ്രകാരം ചെയ്താൽ എന്ന് പറയുകയുണ്ടായി. എന്തായാലും ഇന്ന് വൈകിട്ട് പത്രസമ്മേളനം വിളിച്ച് ഇടതുപക്ഷത്തിൻ്റെ ആ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഹുൽ വിഷയത്തിൽ തങ്ങൾ രാഹുലിനെ ബുദ്ധിമുട്ടിക്കില്ല, രാഹുലിനെ തടയാനൊന്നും ഞങ്ങൾ പോകത്തില്ല, അവരുടെ നിലപാട് എന്താന്ന് ശ്രീ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് കാണുക. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയ ആ നിലപാട് നമുക്കൊന്ന് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക്. SFI പ്രവർത്തി അവരുടെ വികാരം പ്രകടിപ്പിച്ചത് മാത്രം കണ്ടാൽ ഇങ്ങനെ തന്നെ തുടരുന്നതാണ് നല്ലത്. അല്ല, ഒന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുള്ളവരും മാങ്കൂട്ടത്തിലൊരു പ്രതീകമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക ജീർണതയുടെ അതിന്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. MV ഗോവിന്ദൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് കേക്കച്ചനും കോൺഗ്രസിലെ ആ തലമൂർത്ത ആ നേതാക്കന്മാരും നിങ്ങൾ കേൾക്കേണ്ടുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സാംസ്കാരിക ജീർണതയുടെ ഒരു എക്സാമ്പിൾ ആണ് എന്നാണ് അവർ ഇത് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത്. ഇനി ഈ വിഷയത്തിന്റെ പുറകെ പോകാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം കേക്കച്ചൻ ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇതിന്റെ വാലിൽ പിടിച്ചു പോകുവാൻ നാണം കെടുവാൻ ഞങ്ങളില്ല. ഈ വിഷയം ഇങ്ങനെ തന്നെ ഇങ്ങനെ അണയാതെ എന്നാൽ ചാരം മൂടാതെ പോകുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമാക്കി. കണ്ടോ എത്ര തന്ത്രപരമായി ഒരു യുവനേതാവിനെ ഈ ഒരു പരുവത്തിലാക്കി ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ഇടതുപക്ഷത്തിന് ഇപ്രകാരം ഒരു നിലപാടെടുക്കുവാൻ, അവർക്കൊരു നേട്ടമുണ്ടാക്കുവാൻ തങ്ങളുടെ യുവനേതാവിനെ ഇതുപോലെ ഇട്ടുകൊടുത്ത ഈ നാണം കെട്ട കേക്കച്ചൻ ഇത് ചെവി തുറന്ന് കേൾക്കണം. ഇതിങ്ങനെ പോകണം, ഇതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന്. അന്നേരം ഇടതുപക്ഷത്തിന്റെ ഈ ആഗ്രഹത്തിനൊത്ത് തുള്ളുന്ന
അവരുടെ ആഗ്രഹപ്രകാരം ഇപ്രകാരം ഒരു അവസ്ഥയുണ്ടാക്കിയ ഈ നാണം കെട്ടവൻ, ഞങ്ങൾ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇടതുപക്ഷത്തിന് പിണറായി സർക്കാരിന് മൂന്നാമതും ഭരണ തുടർച്ചയുണ്ടാകുവാൻ പരിശ്രമിക്കുന്ന ഈ നാണം കെട്ടവൻ ആസൂത്രണം ചെയ്ത, പിണറായിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി മൂന്നാമതും പിണറായി സർക്കാരിന് ഒരവസരമുണ്ടാക്കുവാൻ ഈ നാണം കെട്ടവൻ കുത്തിയ വാരിക്കുഴിയാണിത്. തന്നോടൊപ്പം നിന്ന ആ യുവനേതാവിനെ ഗുരുതി കൊടുത്ത നാണം കെട്ടവനാണ് ഇവൻ എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ പത്രസമ്മേളനം വിളിച്ച് അത് ശരിവെക്കുന്ന ഒരു പ്രസ്താവനയാണിന്ന് എം വി ഗോവിന്ദൻ നടത്തിയത്. ഞങ്ങൾക്ക് ഇതിങ്ങനെ പോകുന്നതാണ് ഇഷ്ടം എന്ന്. ഇതിന്റെ പുറകെ ഞങ്ങൾ എന്തിനു പോകണമെന്ന്. നാണം കെട്ടവനെ, ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന നാണം കെട്ട കേക്കച്ച, നീ ഇത് ചെവി തുറന്ന് കേൾക്കുക. ഇടതുപക്ഷം നിന്നെ ഒരു ചട്ടുകമാക്കി ഈ മാമപ്പണി നിന്നെ കൊണ്ട് ചെയ്യിച്ച് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തടയില്ല. എവിടെ പോടാ നാണം കെട്ടവനെ നിന്റെ നിലപാട്? ഞങ്ങൾ തടയില്ല. ഞങ്ങൾ പാലക്കാട് രാഹുലിനെ തടയില്ല. പാലക്കാട്ടെ സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ LDF സ്ഥാനം പിടിക്കും ഈ ഒരു നിലപാടിലൂടെ. രാഹുലിനെ നാളെ തടയാതിരുന്നാൽ, രാഹുലിന് തന്റെ മണ്ഡലത്തിൽ പ്രവേശിച്ച് തന്റെ മണ്ഡലത്തിലുള്ള ജനങ്ങളുമായി സംവദിക്കുവാൻ ഒരു അവസരമുണ്ടാക്കിയാൽ, ആ ഒരു പൊളിറ്റിക്കൽ ഡീസൻസി കാണിച്ചാൽ ജനങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേറ്റുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഏതാണ്ട് അതേ പാതയിലാണ് LDF പോകുന്നത്. ഇവിടെ വീണ്ടും ഡാമേജ് ഉണ്ടാകുന്നത് ആർക്കാണ്? നാണം കെട്ട കേക്കച്ച. ഇവിടെ നാശനഷ്ടം ഉണ്ടാകുന്നത്, നാണക്കേടുണ്ടാകുന്നത്, മാനം പോകുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെയാണ്. നിന്റെ നിലപാട് അവിടെ പോയി. എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു നിലപാടെടുത്തത്? ഈ പ്രശ്നത്തെ പരിഹരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്ന് എം വി ഗോവിന്ദൻ തന്നെ നിനക്കൊക്കെ പറഞ്ഞു തരുന്നു. നിന്റെ ഒന്നും ചെവിയിൽ പറഞ്ഞു തരികയല്ലായിരുന്നു, അത് പൊതുജനത്തോടാണ് പറഞ്ഞത്. നിന്നെയൊക്കെ ചുട്ടികൊത്തി നായ്ക്കോലം കെട്ടി നിന്നെയൊക്കെ വെറും നായാക്കി മാറ്റിയില്ലേ നാണം കെട്ടവന്മാരെ? നീയൊക്കെ ഇനി ജനങ്ങളുടെ മുഖത്തെന്ത് നോക്കും? ഈ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരോർത്ത് എത്രയോ ലക്ഷം അണികൾ ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ജീവനും കൊടുത്ത് പടുത്തുയർത്ത ഈ പ്രസ്ഥാനത്തെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് നയിക്കുന്ന നാണം കെട്ടവനെ നീയൊക്കെ രാജിവെച്ച് പുറത്തു പോകൂ. കഴിവുള്ള ചെറുപ്പക്കാർ ഈ പാർട്ടിയെ നയിക്കട്ടെ. വി ഡി സതീശന്റെ പിന്നിലായി മാത്രം നിന്ന ആ ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നു, രാഹുലിനെ ഞങ്ങൾ വേട്ടയാടില്ല, രാഹുലിനെ ഞങ്ങൾ തടയില്ല. ഇവിടെ പ്രതിരോധത്തിലാകുന്നത് വി ഡി സതീശൻ മാത്രമാണ്. പക്ഷേ നഷ്ടമുണ്ടാകുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിനും. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കണ്ടോ എത്ര ദയനീയമായ അവസ്ഥയാണ് ഈ കേക്കച്ചന് ഉണ്ടാകുന്നത് എന്ന്. കണ്ടോ, ഇടതുപക്ഷം നാളെ തടയില്ല, പിന്നെ ആര് തടയും? കേക്കച്ച, നിനക്ക് പാലക്കാട് ഇറങ്ങി രാഹുലിനെ തടയുവാൻ സാധിക്കുമോ? നീ എന്തൊക്കെ പണികൾ നടത്തി നോക്കി? ഈ സർക്കാരിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ നോക്കി. സിൻഡിക്കേറ്റ് മാധ്യമങ്ങളിലൂടെ അപഖ്യാതികൾ പരത്തി അദ്ദേഹത്തെ മാനപ്പെടുത്തുവാൻ നോക്കി. ഇതിനെതിരെ ശബ്ദിച്ച രാഹുൽ ഈശ്വറിനെതിരെയും മറ്റുള്ളവർക്കെതിരെയും കള്ളക്കേസുകൾ എടുത്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി അവരെ ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുന്നു. നാണം കെട്ടവനെ, എല്ലാം പാളിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നാളെ പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തും എന്ന നിശ്ചയദാർഢ്യത്തോടെ പാലക്കാട്ടേക്ക് വന്നാൽ ഞങ്ങൾ ഒരു പരിചയ തീർക്കുമെന്ന് പാലക്കാടുള്ള അമ്മപെങ്ങന്മാരുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ എല്ലാവരും പത്തി താഴ്ത്തി. രാഹുലിനെ എതിർത്താൽ രാഹുൽ കൂടുതൽ വളരും എന്ന് മനസ്സിലാക്കിയവർ ഇപ്പോൾ പത്തി താത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രതിരോധത്തിലാകുന്നത്, ഇവിടെ നാണം കെടുന്നത്, മാനം പോയത് കേക്കച്ചൻ എന്ന ആ നാണം കെട്ടവന്റെ അവന്റെ മാനം മാത്രമാണ് പോകുന്നത്. അവന് യാതൊരു മാനവും നാണവും ഉളുപ്പുമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഓരോ പ്രവർത്തികൾ കൊണ്ടും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇയാൾ പ്രവർത്തനം തുടങ്ങിയോ അന്ന് മുതൽ ഇയാളുടെ പൊളിറ്റിക്കൽ കരിയറിന്റെ നാശം തുടങ്ങുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കുക, നിയമസഭയിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അവർ പ്രതിരോധത്തിലാകും, ഭരണപക്ഷം ഈ വിഷയമെടുത്തിട്ട് അലക്കും, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. രാഹുൽ വളരെ ഗ്രേസ്ഫുള്ളി അദ്ദേഹം 15-ാം തീയതി സഭയിൽ വന്നു. പിന്നീട് അദ്ദേഹം മാറി നിന്നു. എന്തിന്? പ്രതിപക്ഷത്തിന് തന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകരുത്, അവരെന്താണോ നിയമസഭയിൽ അവർ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു ഭംഗവും വരുത്തരുത്, ഭരണപക്ഷത്തിന് തൻ്റെ പേര് പറഞ്ഞ്
മുതലെടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് കരുതി അദ്ദേഹം മാറി നിന്നു കൊടുത്തു. പക്ഷേ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം നിയമസഭയിൽ നാണം കെടുന്ന കാഴ്ചയാണ്. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ, യാതൊരു ഗൃഹപാഠവുമില്ലാതെ, വെറുതെ പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ ഇവന്മാർ പോയി പണി ഇരുന്ന് വാങ്ങി പിണറായി വിജയന്റെ കയ്യിൽ നിന്നും ഭരണപക്ഷത്തിന്റെ കയ്യിൽ നിന്നും നാണക്കേട് ഏറ്റുവാങ്ങി മാപ്പിരന്ന് ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടത്. രാഹുലിനെതിരെ ഇയാൾ ഈ പടപ്പുറപ്പാട് നടത്തിയ സമയം മുതൽ തന്നെ ഇയാളുടെ ഗ്രാഫ് ഇടിഞ്ഞു. ഇയാളൊരു ചതീശനാണെന്നും ഒതുക്കീശനാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇയാൾക്കെതിരെ പ്രമേയം പാസാക്കി പോലീസ് സേനയെ നാണം കെടുത്താൻ ശ്രമിക്കുന്നു. ഇവരുടെ കഴിവുകേട് മറയ്ക്കുവാൻ, പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് മറയ്ക്കുവാൻ, പോലീസ് സേനയെ നിർവീര്യമാക്കുവാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരുടെ വീര്യം കെടുത്തുവാൻ ശ്രമിക്കുന്നു. പിണറായി വിജയന്റെ സദ്യ നക്കിക്കൊണ്ടിരിക്കുകയും കസ്റ്റഡി ലോക്കപ്പ് മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സദ്യയും ഇലയും നക്കിക്കൊണ്ടിരുന്ന ഇവൻ പിന്നീട് നാണം കെട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ മേളിൽ കുതിര കയറാൻ വരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഇവനെതിരെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഗതികേട് നോക്കുക. ഈ പ്രതിപക്ഷ നേതാവിന് കഴിവില്ല. നിയമസഭയിൽ ചവിട്ടുകൾ ഏറ്റുവാങ്ങുന്നത് കണ്ടപ്പോൾ പ്രതിപക്ഷം പ്രതിരോധിക്കാനാവാതെ നിലംപരിശായപ്പോൾ ഇതാ കട്ടപ്പുറത്ത് കയറിയ AK ആന്റണി അവരെ ചുമന്നുകൊണ്ടുവന്നു രക്ഷാപ്രവർത്തനത്തിനായി. അവസാനം അദ്ദേഹം സെൽഫ് ഗോൾ അടിച്ച് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ ഇതാ ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ എടുത്ത് രമേശ് ചെന്നിത്തല ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ റോൾ വഹിക്കുവാൻ ശ്രമിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.